മലയാളത്തിൽ നമുക്ക് രണ്ട് ഫോമായിരിക്കും. ഇപ്പോൾ പോകുക, വരുക. പോകുക പിന്നെ പാസ്റ്റ് എന്താണ്? പോയി. പോയി. പിന്നെ മൂന്നാമതൊരു ഫോം ഇല്ല, പോകുക പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. വരുക പിന്നെ പാസ്റ്റ് എന്താ? പോയി. വരുക എന്നുള്ളതിന് പാസ്റ്റ് പോവുക. അല്ല, വരുക. വരുക. വന്നിരുന്നു. വന്നിരുന്നു അല്ലെങ്കിൽ വന്നു. വന്നു. എഴുതുക. എഴുതി. യെസ്, എഴുതി. ഓക്കെ. ഇപ്പം ഇവിടെ ഞാൻ ഡാഷ് ഇട്ടിട്ടുള്ള ഡാഷ് ഒരു സ്പേസ് ഉണ്ട് അവിടെ, പക്ഷെ അവിടെ നമുക്ക് മലയാളത്തിൽ റീപ്ലേസ് ചെയ്യാൻ സംഗതികളില്ല. അവിടെ വെക്കാനൊന്നുമില്ല. ഓക്കെ. പക്ഷെ ഇനി ഇംഗ്ലീഷിൽ പറയുകയാണ്. ഗോ എന്ന് പറയുമ്പോൾ പോകുക, വെന്റ് എന്ന് പറഞ്ഞാൽ പോയി. ഓക്കെ. ഇനി V3 അവിടെ ഒരു സംഗതികൾ വരുന്നുണ്ട്, അത് ഗോൺ എന്നാണ്. ഗോ, വെന്റ്, ഗോൺ. ഈ മൂന്നാമത്തെ ഫോമിന് ഒറ്റയ്ക്ക് അർത്ഥം പറയാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. അതിൻ്റെ കൂടെ എന്തെങ്കിലും വരുമ്പോഴാണ് അത് അർത്ഥം മീനിങ് ഫുൾ ആവുള്ളൂ. രണ്ടാമത് വരുക എന്ന് പറയുമ്പോൾ കം, വന്നു എന്ന് പറയുന്നത് കെയിം എന്നാണ്. പിന്നെ വീണ്ടും മൂന്നാമത്തത് കം തന്നെയാണ് വരുന്നത്. അപ്പോൾ രണ്ട് കം ഉണ്ടെന്ന് അർത്ഥം. ഒരു കമ്മിൻ്റെ അർത്ഥമല്ല ഒന്നിനുള്ളത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ കം എന്ന് പറയുമ്പോൾ വരുക, കെയിം, വന്നു. മൂന്നാമത്തെ ഒരു കം വരുന്നുണ്ട്, അത് ഒറ്റയ്ക്ക് അർത്ഥം വരില്ല. ഓക്കെ. ഇനി അടുത്ത് എഴുതുക. എഴുതുക എന്ന് പറയുമ്പോൾ റൈറ്റ്, റോട്ട്. റൈറ്റിൻ്റെ പാസ്റ്റ് റോട്ട്. മൂന്നാമത്തത് റിട്ടേൺ ആണ്. യെസ്, റൈറ്റ്, റോട്ട്, റിട്ടേൺ. ഇതിൽ ഫസ്റ്റത്തെ രണ്ടെണ്ണമാണ് നമ്മൾ കൂടുതലും ഒറ്റയ്ക്ക് അർത്ഥം പറയാറ്. പോകുക, പോയി. വരുക, വന്നു. എഴുതുക, എഴുതി. ഓക്കെ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ അമ്പലത്തിൽ പോകുക. ഓക്കെ. ഗോ, പോകുക, ടു ദ ടെമ്പിൾ. ഓക്കെ. ഗോ ടു ദ ടെമ്പിൾ. ഗോ ടു ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുക. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഒരാളോട് ചോദിക്കണം, ഇപ്പോൾ നിങ്ങൾ അമ്പലത്തിൽ പോകാറുണ്ടോ? ശീലമുണ്ടോ? ഓക്കെ. ശീലം, ഓക്കെ, ഉണ്ടോന്ന്. ശീലത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഡു യു ഗോ ടു ദ ടെമ്പിൾ. അപ്പോൾ അവിടെ നമ്മൾ ഈ ഗോ ടു ദ ടെമ്പിളിൻ്റെ മുന്നിൽ എന്താ വെക്കുന്നത്? ഡു യു എന്ന് വെച്ചാൽ മതി. ഡു യു, ഡു യു, പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ. ഗോ ടു ദ ടെമ്പിൾ. ഇതിനർത്ഥം എഴുതുന്നുണ്ട്. ഡു യു ഗോ ടു ദ ടെമ്പിൾ. ഡു യു ഗോ ടു ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ പോവാറുണ്ടോ? അങ്ങനത്തെ ഒരു ശീലം ഉണ്ടോ? ഓക്കെ. ഇനി നമ്മൾ ചോദിക്കുന്നത് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഒരാൾ നല്ല ഉഷാറായിട്ട് ഡ്രസ്സൊക്കെ കുറിയൊക്കെ തൊട്ട് ഡ്രസ്സൊക്കെ റെഡിയാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോവുകയാണോ എന്ന് ചോദിക്കണം. നീ അമ്പലത്തിൽ പോവുകയാണോ? അങ്ങനെ ചോദിക്കുമ്പോൾ ഡു യു പറ്റൂല. ഡു യു എന്ന് ചോദിക്കുന്നത് എന്തിനാണ്? നീ അമ്പലത്തിൽ പോവാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അമ്പലത്തിൽ പോവുകയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം അമ്പലത്തിൽ പോവാറുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റും. ഈ ഗോ ടു ദ ടെമ്പിളിന് പകരം ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ എന്നാക്കും. ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ. അപ്പോൾ അവിടെ ആ ഗോ മാറ്റി ഗോയിങ് ആക്കി. ഓക്കെ. അതുപോലെ ഡു മാറ്റി ആർ എന്നാക്കി. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. ഓക്കെ. ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ. ഇനി ഇതിനൊക്കെ ഉത്തരം നമ്മളിപ്പോൾ നോക്കുന്നില്ല. ഉത്തരം ജസ്റ്റ് യെസ്, നോ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഡു യു ഗോ ടു ദ ടെമ്പിൾ പോവാറുണ്ടോ? യെസ്, പോവാറുണ്ട്. അപ്പോൾ ഡെയിലി ഇല്ല, നോട്ട് ഡെയിലി, സംടൈംസ്, ഇടയ്ക്കൊക്കെ. ഇനി ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ? യെസ്, യെസ് എന്ന് പറഞ്ഞാൽ പോവാണ്. യെസ്, ഐ ആം ഗോയിങ് ടു ദ ടെമ്പിൾ. ഉത്തരം നമുക്ക് പതിയെ നോക്കാം. അപ്പോൾ ജസ്റ്റ് ചോദ്യങ്ങൾ മാത്രം നോക്കാം. ഓക്കെ. ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ പോവാണോ? അല്ല, അല്ലെങ്കിൽ ആണ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. യെസ്, നോ. ഇനി
ഇന്നലെ നീ അമ്പലത്തിൽ പോയിരുന്നോ? അപ്പോൾ ഇന്നലെ നീ അമ്പലത്തിൽ പോവുകയാണോ എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ചെറിയ മാറ്റം വരുത്തും. അപ്പോൾ ഡിഡ് യു എന്നാക്കും. ഡിഡ് യു ഗോ ടു ദി ടെമ്പിൾ? ഡിഡ് യു ഗോ ടു ദി ടെമ്പിൾ? ഓക്കെ. അത്രേ ഉള്ളൂ. ആ 3 ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. Do you go to the temple? Are you going to the temple? Did you go to the temple? 3 അർത്ഥം പറയൂ. ആദ്യത്തേത് ശീലമുണ്ടോ? പോവാറുണ്ടോ? പോവാറുണ്ടോ? Are you going to the temple? Are you അമ്പലത്തിൽ പോകുന്നുണ്ടോന്നാ? ആദ്യത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യത്തെ അമ്പലത്തിൽ പോവാറുണ്ടോ, പോക്കുണ്ടോ, പോകലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പോകാറുണ്ടോ. ഇനി രണ്ടാമത്തത് അമ്പലത്തിൽ പോവുകയാണോ. ഓക്കെ, അമ്പലത്തിൽ പോകുന്നുണ്ടോ, ഇപ്പോൾ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ കാര്യം. മൂന്നാമത്തത് ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ? അമ്പലത്തിൽ പോയിരുന്നോ? ഇപ്പം ഇന്നലെ പോയിരുന്നോ? ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ? ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ ലാസ്റ്റ് സൺഡേ? ലാസ്റ്റ് സൺഡേയിൽ അമ്പലത്തിൽ പോയിരുന്നോ? അപ്പോൾ കഴിഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ ഡിഡ് യു. ഓക്കെ, ഡു യു, ആർ യു, ഡിഡ് യു. ഒന്ന് വായിച്ചോക്കെ. ഡു യു, ആർ യു, ഡിഡ് യു. ഓക്കെ. ഡു യു, ആർ യു, ഡിഡ് യു. ഡിഡ് യു. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇതെന്ത് വെച്ചിട്ട് നമ്മൾ ചെയ്തത്? ഗോ, പോകുക എന്നുള്ള കാര്യം മാത്രം വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഗോ, വെന്റ്, ഗോൺ എന്ന് അയച്ചു തന്നിട്ടുണ്ടല്ലോ ആദ്യം ഞാൻ. ഗോ, വെന്റ്, ഗോൺ. ഓക്കെ. ഇനി നീ എന്നും ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ വരിക എന്നുള്ളൊരു സംഗതി കൂടെ ഉണ്ട്. അപ്പോൾ വരിക വെച്ച് കുറച്ച് ചോദ്യം ചോദിക്കാം. നീ എന്നും ഇവിടെ വരാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു കം ഹിയർ? അപ്പോൾ കം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ, ഇവിടെ വരിക. ഓക്കെ, ഇവിടെ വരിക. എന്നും, എവ്രി ഡേ, എവ്രി ഡേ. അപ്പോൾ ഡു യു കം ഹിയർ എവ്രി ഡേ? നീ എന്നും ഇവിടെ വരാറുണ്ടോ? ഓക്കെ, നീ ഇവിടേക്ക് വരികയാണോ, അല്ലെങ്കിൽ നീ എവിടേക്ക് വരികയാണോ? നീ ഇപ്പോഴത്തെ കാര്യം ചോദിക്കുമ്പോൾ ആർ യു കമ്മിങ് ഹിയർ? അല്ലെങ്കിൽ നീ ഇവിടേക്ക് വരുന്നുണ്ടോ? ഇപ്പോഴത്തെ കാര്യം ചോദിക്കണം. ഇപ്പോൾ വരുന്നുണ്ടോ? ആർ യു കമ്മിങ് ഹിയർ നൗ എന്ന് ചോദിക്കാം. ഓക്കെ, ആർ യു കമ്മിങ് ഹിയർ നൗ? അത്രേ ഉള്ളൂ. ആർ യു കമ്മിങ് ഹിയർ നൗ? ഇനി ഇന്നലെ നീ ഇവിടെ വന്നിരുന്നോ? അപ്പൊ കഴിഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്താക്കി? ഡിഡ് യു കം? ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? അപ്പോൾ ഇവിടെ ഗ്രാമർ, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മലയാളത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് മലയാളത്തിൽ പറഞ്ഞു തരുന്നു, മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നു. ഇങ്ങനെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഡു യു ഗോ ടു ദ ടെമ്പിൾ? നീ അമ്പലത്തിൽ പോകാറുണ്ടോ? ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ? നീ അമ്പലത്തിൽ പോവുകയാണോ? ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ? നീ അമ്പലത്തിൽ പോയിരുന്നോ? ഡു യു കം ഹിയർ എവരി ഡേ? നീ ഇന്നിവിടെ വരാറുണ്ടോ? ആർ യു കമ്മിങ് ഹിയർ നൗ? നീ ഇവിടേക്ക് വരികയാണോ അല്ലെങ്കിൽ വരുന്നുണ്ടോ? നൗ, ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? നീ ഇന്നലെ ഇവിടെ വന്നിരുന്നോ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് റൈറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു എക്സാമ്പിൾ. ഇപ്പോൾ ഗോ, വെന്റ്, ഗോൺ, കം, കെയിം, കം, റൈറ്റ്, റോട്ട്, റിട്ടേൺ. റൈറ്റ് എഴുതുക, റോട്ട് എഴുതി. ഓക്കെ. ഇനി നീ എഴുതാറുണ്ടോ എന്നങ്ങനെ ചോദിക്കുക. ഡു യു റൈറ്റ്? ഓക്കെ, യെസ്. അപ്പൊ നീ PSC എക്സാം എഴുതാറുണ്ടോ? Do you write PSC exams? Do you write PSC exams? Okay. നീ ഇപ്പോ PSC എക്സാം എഴുതുകയാണോ? അല്ല, ആണോ ആണ്. ഇപ്പോഴത്തെ കാര്യം എങ്ങനെ ചോദിക്കാം? ആർ യു? Are you writing PSC exam? Yes, exam now. നീ ഇപ്പോൾ എഴുതുകയാണോ? എക്സാം എഴുതുകയാണോ? ചോദിക്കാം. അപ്പോൾ ആർ യു റൈറ്റിംഗ് PSC
exam now. അപ്പോൾ ആർ യു റൈറ്റിംഗ് എ PSC എക്സാം നൗ? നൗ. കഴിഞ്ഞ മാസം നീ ഒരു PSC എക്സാം എഴുതിയിരുന്നോ? കഴിഞ്ഞ കാര്യം. കഴിഞ്ഞ കാര്യം. Did you അതന്നെ കറക്റ്റ് തന്നെ. ഡിഡ് യു റൈറ്റ്? കഴിഞ്ഞ അറിയുമ്പോ നമ്മള് ഇംഗ്ലീഷിൽ എന്താ പറയല്? ഡിഡ് യു റൈറ്റ് എ PSC എക്സാം യെസ്റ്റർഡേ? അല്ല കഴിഞ്ഞ മാസം. ഓക്കെ, കഴിഞ്ഞ മാസം അല്ലേ? ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത്. ഓക്കെ. ഇനി ഞാൻ അയച്ചത് ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കി. ഡു യു ഗോ ടു ദ ടെമ്പിൾ? അമ്പലത്തിൽ പോവാറുണ്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പറയൂ. ഡു യു ഗോ ടു ദ ടെമ്പിൾ? നീ അമ്പലത്തിൽ പോവാറുണ്ടോ? മലയാളം വായിക്കൂ. നീ അമ്പലത്തിൽ പോവാറുണ്ടോ? ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ? ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ? നീ അമ്പലത്തിൽ പോവാണോ? നീ അമ്പലത്തിൽ പോവാണോ? ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ? Did you go to temple? നീ അമ്പലത്തിൽ പോയിരുന്നോ? നീ അമ്പലത്തിൽ പോയിരുന്നോ? Yes. Did you go to the temple yesterday? വായിക്കൂ. Did you go to the temple yesterday? അതെവിടെ? ഇല്ലല്ല, ഞാൻ ജസ്റ്റ് യെസ്റ്റർഡേ എന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചതാണ്. Did you go to the temple yesterday? പറയൂ. നീ ഇന്നലെ അമ്പലത്തിൽ പോയോ? യെസ്. Did you go to the temple today? എന്താർത്ഥം? Did you go to the temple today? Today? നീ ഇന്ന് അമ്പലത്തിൽ പോയിരുന്നോ? ടുഡേ പോയിരുന്നോ? ഓക്കെ. നീ ഇന്ന് അമ്പലത്തിൽ പോയിരുന്നോ? Yes. Did you go to the temple last Sunday? Did you go to the temple last Sunday? Last Sunday. Did you sir? Did you go to the temple last Sunday? Did you go to Sunday last? Did you go to the temple last Sunday? എനിക്ക് അറിയില്ല സർ. അല്ല, ഞാനിപ്പോൾ പറഞ്ഞില്ലേ did you go to the temple? അപ്പോൾ do you go to the temple അതൊന്നുകൂടി വായിക്കും. മേലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയേ, ഒന്ന് വായിച്ചോക്കെ ഫസ്റ്റ് മുതൽ. Do you go to the temple? അമ്പലത്തിൽ പോവാറുണ്ടോ? അമ്പലത്തിൽ പോവാറുണ്ടോ? ഇനി അതിന്റെ കൂടെ എന്നും എന്ന് എങ്ങനെ ചേർക്കുക? എന്നും, ഡെയിലി, എവറി ഡേ. അപ്പൊ അതിന് ശേഷം എന്ത് വെച്ചാൽ മതി? ഡു യു ഗോ ടു ദ ടെമ്പിൾ. അവിടെ ഒന്നും മാറ്റൊന്നും വരുത്തണ്ട. ഡു യു ഗോ ടു ദ ടെമ്പിൾ, നീ എന്നും പോവാറുണ്ടോ എന്നർത്ഥം. നീ എന്നും അമ്പലത്തിൽ പോവാറുണ്ടോ. ഇനി അതിന് ശേഷം എന്ത് ചെയ്യും? എന്നും എന്ന് ചേർത്താൽ മതി. ഡു യു ഗോ ടു ദ ടെമ്പിൾ ഡെയിലി. ഓക്കെ, ലാസ്റ്റില് ഡെയിലി. യെസ്, എവറി ഡേ അല്ലെങ്കിൽ ഡെയിലി എന്ന് ചേർത്താൽ മതി. ഓക്കെ. യെസ്. ഇനി സൺഡേയിൽ എന്നും അമ്പലത്തിൽ പോകാറുണ്ടോ എന്നൊക്കെ. സൺഡേയിൽ എന്നുള്ളത് ലാസ്റ്റാണ് വെക്കേണ്ടത്. ഇപ്പൊ ഡു യു ഗോ ടു ദ ടെമ്പിൾ ഓൺ സൺഡേസ്? സൺഡേസിൽ പോകാറുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആർ യു വെച്ച് വായിക്കൂ. Are you going to the temple? നീ അമ്പലത്തിൽ പോവാണോ? ഓക്കെ. ഇനി ഇപ്പോ നീ അമ്പലത്തിൽ പോവാണോ? ഇപ്പോൾ നല്ല ലാസ്റ്റ് വെച്ചാൽ മതി. ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ നൗ? Okay. Are you going to the temple now? ഇനി നീ രാഹുലിന്റെ കൂടെ അമ്പലത്തിൽ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റ് രാഹുലിന്റെ കൂടെ എന്ന് ലാസ്റ്റ് വെച്ചാൽ മതി. അപ്പൊ ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ വിത്ത് രാഹുൽ? അപ്പൊ വിത്ത് രാഹുൽ ലാസ്റ്റ് വെച്ചാൽ മതി. ഓക്കെ. അതുപോലെ എപ്പോഴും അതിന്റെ ആ ചോദ്യങ്ങളിലൊക്കെ കൂടെ മാക്സിമം കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വെച്ചാൽ മതി. അപ്പൊ ഈസി ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഡിഡ് യു ആണ്. ഡിഡ് യു ഒന്ന് വായിക്കൂ. Did you go to the temple? നീ അമ്പലത്തിൽ പോയിരുന്നോ? അപ്പൊ അതിന്റെ കൂടെ ഇന്നലെ പോയിരുന്നോ, മിനിയാന്ന് പോയിരുന്നോ, കഴിഞ്ഞ മാസം പോയിരുന്നോ? അപ്പൊ ഈ കഴിഞ്ഞ മാസം, ഇന്നലെ, മിനിയാന്ന് ഇതൊക്കെ ലാസ്റ്റ് വെച്ചാൽ മതി. ഓക്കെ.
അതാണ് നല്ലത്. അതിന് പകരം യെസ്റ്റർഡേ ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ, ലാസ്റ്റ് സൺഡേ ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ, അങ്ങനെയൊക്കെ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ യെസ്റ്റർഡേ, ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ ലാസ്റ്റ് മൺഡേ, ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ ലാസ്റ്റ് സൺഡേ, ഡിഡ് യു ഗോ ടു ദ ടെമ്പിൾ ടുഡേ, ഇന്ന് പോയിരുന്നോ, ഇന്നലെ പോയിരുന്നോ, മിനിയാന്ന് പോയിരുന്നോ, ഒക്കെ അതിൻ്റെ കൂടെ വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ യു എന്ന് പറയുമ്പോൾ നീ ഓക്കെ ഈ ഡു എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഇപ്പൊ പറയും നീ അമ്പലത്തിൽ പോവാറുണ്ടോ, നീ എഴുതാറുണ്ടോ, നീ പഠിക്കാറുണ്ടോ, നീ എഴുതാറുണ്ടോ, നീ കളിക്കാറുണ്ടോ, നീ വായിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാസ്റ്റ് റുണ്ടോ എന്ന് വരുന്നുണ്ടല്ലോ. ഈ റുണ്ടോക്ക് നമുക്ക് ഒറ്റയ്ക്ക് മീനിങ് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് തുല്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഡു. ഓക്കെ. ഇംഗ്ലീഷിൽ റുണ്ടോ എന്നുള്ളതല്ല, മലയാളത്തിൽ റുണ്ടോ എന്നുള്ളത് ലാസ്റ്റ് ആണ് വന്നത്, ഇംഗ്ലീഷിൽ ആദ്യമാണ് വന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഡു എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്, ചെയ്യുക എന്നർത്ഥമുണ്ട്. അത് ഇവിടെ അല്ല, വേറെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ശേഷം ഇപ്പൊ ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഐ ഡു എക്സസൈസ്, ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നീ എക്സസൈസ് ചെയ്യാറുണ്ട്, യു ഡു എക്സസൈസ് എന്നൊക്കെ പറയുമ്പോഴാണ് ഡൂവിൻ്റെ അർത്ഥം ചെയ്യുക എന്നാവുന്നത്. പക്ഷെ ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ഡു വരുന്നുണ്ടെങ്കിൽ അത് റുണ്ടോ എന്നുള്ള അർത്ഥമാണ് കൂടുതൽ വരുന്നത്. റുണ്ടോ. ഓക്കെ. അല്ലെങ്കിൽ നുണ്ടോ എന്നൊക്കെ വരും. നീ കാണുന്നുണ്ടോ, നീ കേൾക്കുന്നുണ്ടോ, നീ അപ്പൊ ആ ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. മിക്സ്ഡ് ആയിട്ടാണ്. കൂടുതൽ റുണ്ടോ എന്നാണ് നമ്മൾ ഈ ഡു വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഡു യു ഗോ, നീ പോകാറുണ്ടോ. ഡു യു റൈറ്റ്, നീ എഴുതാറുണ്ടോ. ഡു യു സ്മോക്ക്, നീ വലിക്കാറുണ്ടോ. ഡു യു ഡ്രിങ്ക്, നീ കുടിക്കാറുണ്ടോ. ഓക്കെ. ക്ലിയർ അല്ലേ? ഇനി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മലയാളത്തിൽ നീ പോവുകയാണോ, നീ എഴുതുകയാണോ, നീ പഠിക്കുകയാണോ, നീ കളിക്കുകയാണോ, നീ ഉറങ്ങുകയാണോ, നീ വിശ്രമിക്കുകയാണോ. ഈ ആണോ എന്നുള്ളത് മലയാളത്തിൽ ലാസ്റ്റ് ആണ് വരുന്നത്, ഇംഗ്ലീഷിൽ ആദ്യത്തിലാണ് വരുന്നത്. യെസ്. ആർ യു ഗോയിങ് ടു ദ ടെമ്പിൾ, നീ അമ്പലത്തിൽ പോവുകയാണോ. ഓക്കെ. നെക്സ്റ്റ് മലയാളത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എഴുതിയിരുന്നോ, പഠിച്ചിരുന്നോ, കളിച്ചിരുന്നോ, സംസാരിച്ചിരുന്നോ, വിളിച്ചിരുന്നോ, അല്ലെങ്കിൽ വിളിച്ചോ, കളിച്ചോ, എടുത്തോ, പഠിച്ചോ. ഓക്കെ. പഠിച്ചോ, പഠിച്ചിരുന്നോ, എഴുതിയോ, എഴുതിയിരുന്നോ. ഓക്കെ. വിളിച്ചോ, വിളിച്ചിരുന്നോ, പ്രാക്ടീസ് ചെയ്തിരുന്നോ. അതൊക്കെ ഇരുന്നോ എന്നുള്ളതാണ്. ഓക്കെ. പോയിരുന്നോ. അപ്പൊ അതൊക്കെ ഡിഡ് ആണ്. ഡിഡ് യു ഗോ, നീ പോയിരുന്നോ. ടു ദ ടെമ്പിൾ, അമ്പലത്തിലേക്ക്. ഡിഡ് യു കം, നീ വന്നിരുന്നോ. ഹിയർ, ഇവിടെ. ഓക്കെ. നീ ഇവിടെ വന്നിരുന്നോ. ഡിഡ് യു റീഡ്, നീ വായിച്ചിരുന്നോ. ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചിരുന്നോ. ഡിഡ് യു റൈറ്റ്, നീ എഴുതിയിരുന്നോ. ഡിഡ് യു റൈറ്റ് എ PXC എക്സാം ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം PXC എക്സാം എഴുതിയിരുന്നോ. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഇരുന്നോ എന്ന് ചോദിക്കൂലേ, അതിന് പകരമാണ് ഡിഡ് യു. ഓക്കെ. ഡിഡ് യു എന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ ചെയ്തിരുന്നോ ആണല്ലോ നമ്മൾ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് യു വന്നത്. ഓക്കെ. ഡിഡ് യു ഗോ, നീ പോയിരുന്നോ. ഡിഡ് യു റൈറ്റ്, നീ എഴുതിയിരുന്നോ. ഡിഡ് യു സ്റ്റഡി, നീ പഠിച്ചിരുന്നോ. ക്ലിയർ അല്ലേ? ഡു യു സ്മോക്ക്, നീ വലിക്കാറുണ്ടോ. ഡു യു സ്റ്റഡി, നീ പഠിക്കാറുണ്ടോ. ഡു യു റൈറ്റ്, നീ എഴുതാറുണ്ടോ. ക്ലിയർ അല്ലേ? ഇനി ആർ യു എന്ന് പറഞ്ഞതിന് ശേഷം വെക്കുന്നത് ING ആണ്. ആർ യു കം അല്ല, ആർ യു കമ്മിങ്. ആർ യു റൈറ്റ് അല്ല, ആർ യു റൈറ്റിംഗ്. നീ എഴുതുകയാണോ, നീ പഠിക്കുകയാണോ. ആർ യു സ്റ്റഡി എന്നല്ല, ആർ യു സ്റ്റഡിയിങ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് പ്രാക്ടീസ് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഉത്തരങ്ങളൊക്കെ ഇതിന് യെസ് നോ എന്ന് തൽക്കാലം പറഞ്ഞാൽ മതി. ഇപ്പൊ ഉത്തരത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ആദ്യം ചോദ്യങ്ങൾ കടക്കുന്നു, അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതിയെ ഉത്തരങ്ങളിലേക്ക് വരാം. ഓക്കെ. ഞാൻ ചോദ്യത്തിലേക്ക് ആദ്യം വരാൻ കാരണം ഏത് ലാംഗ്വേജിലും ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഉത്തരം നമുക്ക് എങ്ങനെയാലും യെസ് നോ അല്ലെങ്കിൽ മൂളിയിട്ടൊക്കെ പറയാൻ പറ്റും, പക്ഷെ ചോദ്യം ചോദിക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്.
നമ്മൾ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടത്. ഓക്കെ ഓക്കെ ദെൻ സീ യു ടുമോറോ. ബൈ ബൈ. Bye. Good night. ഗുഡ് നൈറ്റ്. Okay, sir.